കരുണയുടെ അവസാന മണിക്കൂർ 53 മാമോനെതിരെയുള്ള മുന്നറിയിപ്പ്. പണത്തിൻ്റെ അധിപൻ ഒരു അദൃശ്യാരൂപിയാണ്. അവൻ്റെ പേരാണ് മാമോൻ. ദൈവത്തിനെതിരായുള്ള യുദ്ധത്തിൽ ലൂസിഫറിനൊപ്പം ചേർന്നതിൻ്റെ ഫലമായി ഈ മാമോൻ എന്ന മാലാഖയും അങ്ങേയറ്റം സ്വാർത്ഥനായി തീർന്നു. സമ്പത്ത് മാത്രമല്ല, തൻ്റെ കീഴിലുള്ളതെല്ലാം തനിക്കു വേണ്ടി മാത്രമായിരിക്കണം എന്നതാണ് അവൻ്റെ ആഗ്രഹം. എല്ലാം മുഴുവനായും തനിക്കു വേണ്ടി തന്നെ വാരിക്കൂട്ടാൻ അവൻ ആഗ്രഹിക്കുന്നു. അനുസരണയും ദൈവഭയവുമുള്ള ഒരു മാലാഖയായിരുന്നപ്പോൾ സ്വർഗത്തിലെയും ഭൂമിയിലെയും എല്ലാ സമ്പത്തിൻ്റെയും ചുമതലക്കാരൻ അവനായിരുന്നു. എന്നാൽ അവൻ്റെ പതനത്തിൻ്റെ നിമിഷത്തിൽ തന്നെ അവയെല്ലാം അവനിൽ നിന്ന് തിരിച്ചെടുക്കപ്പെട്ടു. സ്വഭാവം കൊണ്ട് തന്നെ മാമോൻ ധിക്കാരിയും മറുതലിക്കുന്നവനുമാണ്. അതിനാൽ അവൻ എല്ലാവരേക്കാളും ധനവാൻ താനാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവൻ ഭൂമിയിലെ എല്ലാ വസ്തുക്കളും എല്ലാവർക്കും സംലഭ്യമാകണമെന്ന ദൈവിക പദ്ധതിയിൽ നിന്ന് വ്യതിചലിച്ചു. അവൻ മനുഷ്യരെ തങ്ങളുടെ സ്വത്തിൻ്റെയും വസ്തുവകകളുടെയും പേരിൽ അഹങ്കരിക്കാൻ പ്രേരിപ്പിക്കുകയും ഒന്നിലും തൃപ്തിയില്ലാത്തവരാക്കി മാറ്റുകയും ചെയ്തു. അവൻ അത്രമേൽ സ്വാർത്ഥനായിരുന്നു. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളും ആവശ്യങ്ങളും കാണാൻ മനുഷ്യന് താല്പര്യമില്ല. അവൻ അങ്ങനെ ആയിരിക്കാനായി മാമോൻ അവനെ പ്രേരിപ്പിക്കുന്നു. കാരണം അത് ദൈവിക പദ്ധതിക്ക് എതിരാണെന്ന് അവനറിയാമല്ലോ. അതുകൊണ്ടാണ് സമൂഹത്തിൽ അസമാധാനം പടരുന്നത്. ഇപ്രകാരം ഈ അഹങ്കാരികളായ ധനികർ തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മാമോൻ്റെ സഹായത്തോടെ മറ്റുള്ളവരെ ശിക്ഷിക്കാനായി ഉപയോഗിക്കുന്നു. അവർ ലോകത്തിൻ്റെ യജമാനന്മാരായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ പൈശാചിക രൂപികളും ഫലത്തിൽ ഒന്ന് തന്നെ. പിശാച് നാശം വിതയ്ക്കുന്നവനാണ്. കൊല്ലുകയും തകർക്കുകയും ചെയ്യുന്നതാണ് അവനിഷ്ടം. അത്രമേൽ ദുഷിച്ചവനാകയാൽ നന്മയായതെന്തെങ്കിലും ആഗ്രഹിക്കാനോ ചെയ്യാനോ അവന് സാധ്യമല്ല. തന്നെ മാമോൻ അടിയറവ് വയ്ക്കുന്ന നിർഭാഗ്യവാനായ മനുഷ്യൻ അവനെപ്പോലെ തന്നെ ആയിത്തീരും. വിദ്വേഷം നിറഞ്ഞ പ്രതികാരത്താൽ ജ്വലിച്ച് സർവ്വം നശിപ്പിക്കുന്നവനായി സകലരെയും ഇകഴ്ത്തുന്നവനായി മാറുമ്പോഴും മാമോനോടുള്ള അവൻ്റെ പൈശാചികമായ അടിമത്തം അവന് ഒരിക്കലും സംതൃപ്തി നൽകുകയില്ല. അവൻ്റെ ആഗ്രഹം ഇനിയും കൂടുതൽ നേടണം എന്നായിരിക്കും. താൻ ആഗ്രഹിക്കുന്നതൊക്കെയും നേടുന്നതുവരെ അവൻ വിശ്രമിക്കില്ല. അവൻ്റെ പതന കാരണവും അതുതന്നെയായിരിക്കും. ഇക്കാരണത്താലാണ് മുൻകാലങ്ങളിലെ ക്രൈസ്തവ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ലോകത്തിനു മേൽ തങ്ങൾക്കുണ്ടായിരുന്ന സമാധാനപരമായ സ്വാധീനം നഷ്ടപ്പെടാൻ ഇടയാക്കിയത്. എല്ലാവരും തങ്ങൾക്ക് ചുറ്റും നന്മ വളർത്താൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവർ സ്വയം വളരുന്നതോ തങ്ങളുടെ ജീവിതത്തിൽ അത്യാഗ്രഹം കൊണ്ട് നിറച്ചുകൊണ്ടാണ്. കർത്താവും നാഥനും എന്ന എൻ്റെ സ്ഥാനത്തെ മറികടക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ മാമോൻ എന്ന പിശാച് സവിശേഷമായ ഒരു ശത്രുവാണ് എന്ന് തന്നെ പറയണം. സമ്പത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് ലോകത്തിൻ്റെ അധികാരിയാകാൻ അവൻ ആഗ്രഹിക്കുന്നു. കാരണം പണമില്ലാത്തവൻ പിണമാണ്. പണമില്ലെങ്കിൽ തനിക്ക് വേണ്ടിയോ തൻ്റെ കുടുംബത്തിനു വേണ്ടിയോ ഒന്നും ചെയ്യാൻ അവന് സാധിക്കുകയില്ല. വിശപ്പും ദാഹവും കൊണ്ട് അവൻ മരിച്ചു പോയേക്കാം. മാമോൻ എന്ന പിശാചിൻ്റെ തന്ത്രം ലൗകിക സമ്പത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നതാണ്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ, എളിമപ്പെടുക, സുവിശേഷ ദാരിദ്ര്യത്തെ അനുസ്മരിക്കുക. അതൊരിക്കലും ഭൗതിക ദാരിദ്ര്യമായി കൊള്ളണമെന്നില്ല. പിന്നെയോ ഹൃദയത്തിൻ്റെ സമ്പത്താണ്. മാമോൻ സമ്പത്തിൻ്റെ ദൈവമാണ്. സമ്പത്തിനോടുള്ള സ്നേഹത്തെ പ്രതി നേടുന്നതെല്ലാം തന്നെ നിത്യകാലം ശപിക്കപ്പെട്ടതായിരിക്കും.